أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين. وإذا قيل لهم أنفقوا مما رزقكم الله قال الذين كفروا للذين آمنوا أنطعم من لو يشاء الله أطعمه إن أنتم إلا في ضلال مبين. ويقولون متى هذا الوعد إن كنتم صادقين. ما ينظرون إلا صيحة واحدة تأخذهم وهم يخصمون فلا يستطيعون توصية ولا إلى أهلهم يرجعون. الحمد لله الذي معز من أطاع ومذل من أصاء. الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين. أما بعد. بارك الله لنا في القرآن الكريم وغفر الله لنا ولوالدينا والسامعين. ആമീൻ. നമ്മുടെ ഖുർആൻ പഠനത്തിൽ അള്ളാഹു എല്ലാവിധ ഐശ്വര്യവും നൽകി നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല ബുദ്ധിയും ഇത് മനസ്സിലാക്കാനുള്ള ഗ്രാഹ്യ ശക്തിയും അത് ജീവിതത്തിൽ പകർത്താനുള്ള തൻ്റെ ഇടവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ഖുർആൻ പഠിതാക്കൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് പ്രതിഫലങ്ങളെ സംബന്ധിച്ച് വാദോരാതെ സംസാരിച്ചത് നബിയുടെ ഹദീസുകളിൽ കാണാം. ഖുർആൻ പഠിക്കാൻ ഒരു ഭവനത്തിൽ ചെന്നിരിക്കുന്നവർക്ക് അള്ളാഹു ഒരു ഹാജിയുടെ പ്രതിഫലം നൽകുമെന്നും ഒരുപാട് മലക്കുകൾ അവരെ ചുറ്റിപ്പറ്റി അവർക്ക് വേണ്ടി സ്വലാത്തും അവർക്ക് വേണ്ടി മറ്റു പ്രാർത്ഥനകളുമായി കഴിയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ അനുഗ്രഹീതരിൽ അള്ളാഹു മരണം വരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഇന്ന് നമ്മൾ ഓതിയത് സൂറത്ത് യാസീനിലെ 45 മുതൽ 50 വരെയുള്ള ആയത്തുകളാണ്. സൂറത്ത് യാസീൻ മനപ്പാടമുള്ള ഒരുപാട് ആളുകൾ ഉണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ. പക്ഷെ സൂറത്ത് യാസീൻ അതിന്റെ അർത്ഥതലങ്ങൾ കൂടി കൃത്യമായി മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോഴാണ് ആ സൂറത്ത് എത്രമാത്രം ശക്തമായ അള്ളാഹുവിന്റെ സന്ദേശമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇന്ന് നമ്മൾ ഓതിയ ആയത്തും അത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ വിമലീകരിക്കാൻ, കുറച്ചും കൂടി ഒരു ഇഖ്ലാസോടെ ഈമാനോടൊക്കെ ജീവിക്കാൻ പ്രാപ്തമാക്കുന്നതാണ് ഇന്ന് നമ്മൾ ഓതിയ ആയത്തുകൾ, 5 ആയത്തുകൾ. അള്ളാഹു ആ ഒരു ഉദ്ദേശം സഫലമാക്കുമാറാവട്ടെ. റബ്ബ് പറയുന്നു, വഇദാ ഖീല ലഹും ഇത്തഖൂ മാ ബൈന ഐദീകും. അല്ലേ, വഇദാ ഖീല ലഹും ഇത്തഖൂ ചേർത്തോതുമ്പോ ആ ലഹും എന്നുള്ളത് മീമിന് ദമ്മ എന്തായാലും കൊടുക്കണം. അപ്പൊ മുത്തഖൂ എന്നാവും. ഇങ്ങനെ വഇദാ ഖീല ലഹും മുത്തഖൂ, അല്ലേ, വഇദാ ഖീല ലഹും മുത്തഖൂ, ലഹും ഇത്തഖൂ എന്നൊരു ഖിറാഅത്തോടെ ഉണ്ടാവില്ല. വഇദാ ഖീല ലഹും മുത്തഖൂ മാ ബൈന ഐദീകും വമാ ഖൽഫകും ലഅല്ലകും തുർഹമൂൻ. വഇദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ, അവർ എന്നതുകൊണ്ട് ഉദ്ദേശം ആരാണ്? ഈ ആയത്ത് ഇറങ്ങുമ്പോൾ മക്കയിലെ മുശ്രിക്കീങ്ങളെയാണ് ഉദ്ദേശം, അല്ലെ? മക്കയിലെ മുശ്രിക്കീങ്ങള് മരണാനന്തരം ഒരു ജീവിതമില്ല, പരലോകമില്ല എന്നൊക്കെ പറഞ്ഞ് നബിയെ പരിഹസിച്ചിരുന്ന ആളുകളാണ്. ഇവർക്ക് അള്ളാഹു കുറെ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തു. ഭൂമിയിലും ആകാശങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, സൂര്യനും ചന്ദ്രനും ഒക്കെ അള്ളാഹു പറഞ്ഞു കൊടുത്തു. ഈ സൂറത്ത് മുഴുവൻ അങ്ങനെ പറഞ്ഞതാണ്. മാത്രമല്ല, കപ്പലുകളെ സംബന്ധിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, അല്ലെ, കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾ, ഇതൊക്കെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. ഇതിന്റെ പിന്നിൽ ഒരു രക്ഷിതാവുണ്ട്, ഒരു സൃഷ്ടാവുണ്ട്. ആ സൃഷ്ടാവ് നിങ്ങൾ എന്ത് ചെയ്യും? മരണാനന്തരം ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് പറയുന്ന വാക്കുകളിലൂടെയാണ് റബ്ബിന്റെ സംസാരം. അപ്പൊ അതിന്റെ തുടർച്ചയാണ്. ഇവരോട് ഇങ്ങനെ ഈ ആയത്തുകളെ പറ്റിയും ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി അവരോട് പറയപ്പെടുകയാണ്, ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കുക. ഇത്തഖ എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? അല്ല, ഇത്തഖ യത്തഖി, ഇത്തഖ യത്തഖി എന്നാണ്. ശരിക്കും തഖ്വ എന്ന വാക്ക് അതിൽ നിന്നാണ്. സൂക്ഷ്മത, അതല്ലെങ്കിൽ എന്താണ്, ഭക്തി എന്നൊക്കെ വേണമെങ്കിൽ പറയാം, ദൈവഭക്തി എന്ന് വേണമെങ്കിൽ പറയാം. സൂക്ഷിക്കുക എന്നുള്ളത് പല രൂപത്തിൽ പറയും. ഇപ്പൊ തീനെ സൂക്ഷിക്കുക എന്നറിയും, ആ സൂക്ഷ്മത അല്ല ഇത്. സൃഷ്ടാവായ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോ എങ്ങനെയാണ്? അള്ളാഹിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോ എന്താണ്?
ദൈവ വിചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ദിക്ർ എന്നാ പറയാ, അല്ലെ ദിക്റുള്ള എന്നാണ്. തഖ്വ എന്നുള്ളതിന് ശരിക്കും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഒരു സൂക്ഷ്മത എന്ന വാക്കിൽ ഒതുങ്ങുന്നതല്ല ശരിക്കും തഖ്വ. തഖ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷിക്കാൻ പറഞ്ഞപ്പോൾ ഒരു കുട്ടി നടന്നു പോവുകയാണെങ്കിൽ മോനെ സൂക്ഷിക്കട്ടോ നമ്മൾ പറയും. ആ സൂക്ഷ്മതയല്ല. അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരക്രമകാരിയാണോ? അല്ല. പടച്ചവനെ അങ്ങനെ വല്ലാതെ ഭയപ്പെടുക എന്നാണോ ഉദ്ദേശം? അതുമല്ല. എന്ത് തഖ്വ? അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, വളരെ സിമ്പിളാണ്, വലിയ ഡെഫിനിഷൻ ഒന്നും അതിന് പറയേണ്ടതില്ല. അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, അള്ളാഹു പറഞ്ഞതിനെ ജീവിതത്തിൽ പകർത്തുക, അള്ളാഹു വിരോധിച്ച കാര്യത്തെ ജീവിതത്തിൽ നിന്ന് അകറ്റുക. അള്ളാഹു പറഞ്ഞ കാര്യം എന്നാകുമ്പോൾ ഖുർആനും സുന്നത്തും അത് ജീവിതത്തിൽ എന്ത് ചെയ്യുക? കൊണ്ടുവരിക. ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അതിന് കൂലി കിട്ടുമല്ലോ, പ്രതിഫലം ലഭിക്കുമല്ലോ എന്നുള്ള പ്രതീക്ഷ, അള്ളാഹിന്റെ അടുത്ത് പ്രതിഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷ. എന്നാൽ അള്ളാഹു വിലക്കിയ കാര്യമുണ്ട്, ഖുർആനിലും ഹദീസിലുമായി പാടില്ല എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ ജീവിതത്തിൽ എന്താവും? അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടും. അള്ളാഹുവിന്റെ ശിക്ഷ അതിഭയങ്കരമാണ്. അപ്പൊ റബ്ബിൽ പേടി ഉണ്ടാവുക. അപ്പൊ പ്രതീക്ഷയും പേടിയും, അള്ളാഹുവിൽ ഭയവും വേണം, എന്നാൽ അള്ളാഹുവിൽ അങ്ങേയറ്റത്തെ പ്രതീക്ഷയും വേണം. ചില ആൾക്കാർക്ക് അള്ളാഹുവിൽ പ്രതീക്ഷ കൂടി, അങ്ങനെ ഒരു വിഭാഗമുണ്ട്, മുർജിയാക്കൾ. അള്ളാഹിന്റെ പ്രതീക്ഷ കൂടാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അള്ളാഹ് ഭയങ്കര റഹ്മാനാൻ, അള്ളാഹു റഹീമാൻ, ഞാനത് ചെയ്താലൊന്നും അള്ളാഹ് എന്ത് ചെയ്യൂല, അതിന്റെ പേരിലൊന്നും എന്നെ ശിക്ഷിക്കൂല, വളരെ ലാഘവത്തോട് കൂടി കണ്ടു. അതെന്തല്ല? തഖ്വയല്ല. കാരണം അതിലെന്ത് ചെയ്തു? ഇതിൽ കൂടിപ്പോയി. ഏത്? പ്രതീക്ഷ കൂടിപ്പോയി. അവിടെ എന്ത് കുറഞ്ഞു? ഭയം കുറഞ്ഞു. ചില ആൾക്കാർക്ക് ഭയം കൂടി, പ്രതീക്ഷ അല്ല. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. റബ്ബ് പറഞ്ഞു, ലാ തഖ്നുതു മിർ റഹ്മത്തില്ല, അള്ളാഹിന്റെ റഹ്മത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, നിരാശയിലാവണ്ട എന്ന് പറഞ്ഞു. ചില ആൾക്കാരെ പറ്റി അള്ളാഹ് പറഞ്ഞു. ചില ആൾക്കാർ അങ്ങനെയാണ്, അള്ളാഹ് ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴേക്കും ഭയങ്കര ടെൻഷനായി, അള്ളാഹു എന്നെ പിടികൂടല്ലോ, എനിക്ക് ശിക്ഷ ഉണ്ടാവുമല്ലോ. അവരെ റബ്ബിന്റെ റഹ്മത്തിനെ സംബന്ധിച്ച് എന്ത് ചെയ്യുന്നില്ല, പ്രതീക്ഷ ആണ്ട് കുറഞ്ഞു. അതും പറ്റൂല. ശരിക്കും സത്യവിശ്വാസം തഖ്വയുള്ളവൻ എന്ന് പറഞ്ഞാൽ റബ്ബിൽ പ്രതീക്ഷയുമുണ്ട്, റബ്ബിൽ രണ്ടും ഒരുപോലെയാണ്. ഒരു പക്ഷിയുടെ ചിറക് പോലെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ. കാരണം തിന്മ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബിലേക്ക് കൂടുതൽ പശ്ചാത്തപിച്ച് മടങ്ങും, ഇസ്തിഗ്ഫാറും തൗബയുമായി എനിക്ക് റബ്ബ് പുറത്തു തരുമെന്ന പ്രതീക്ഷയിൽ അവൻ എന്ത് ചെയ്യും? റബ്ബിന്റെ റഹ്മത്തിനെ പ്രതീക്ഷിക്കും. എന്നാൽ അതേപോലെ തന്നെ നന്മകൾ ചെയ്യുമ്പോൾ എനിക്ക് അള്ളാഹുവിൽ നിന്ന് കൂലി ലഭിക്കുമല്ലോ എന്നുള്ളതിൽ പ്രതീക്ഷയിൽ അവൻ എന്ത് ചെയ്യും? കഴിഞ്ഞു പോകും ചെയ്യുമെന്നാൽ. അതുകൊണ്ടാണല്ലോ അള്ളാഹിന്റെ മാർഗത്തിൽ എന്തെങ്കിലും ചെലവഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിൽ ഒരു ഭയം ഉണ്ടാവും എന്ന് പറഞ്ഞു സത്യവിശ്വാസിക്ക്. എന്തിനാ ഭയം? പൈസ പോയില്ല, അല്ല, ഇത് അള്ളാഹ് സ്വീകരിക്കുമോ എന്ന ഭയം. അതാണ് തഖ്വ. മുള്ളുള്ള വഴിയിൽ ഒരാൾ ഇങ്ങനെ നടന്നു പോകുമ്പോൾ കാലിൽ മുള്ള് തറക്കാതിരിക്കാൻ നോക്കുന്ന ഒരു സൂക്ഷ്മതാബോധം ഉണ്ടല്ലോ. ജീവിതത്തിൽ ഹറാമും ഹലാലും അതേപോലെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുക? ഒരാള് ജീവിതത്തിൽ തെരഞ്ഞെടുക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്ന്. അതാണ് റബ്ബ് പറയുന്നത്, ഈ മക്കയിലെ മുശ്രിക്കീങ്ങളോട് ഇത്തഖൂ, നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ അള്ളാഹിനെ സൂക്ഷിക്കാനല്ല ഇവിടെ പറഞ്ഞത്, മാ ബൈന ഐദീക്കും. തഖ്വ എന്ന വാക്കിനെ ഞാൻ ഡിഫൈൻ ചെയ്തതാണ് നേരത്തെ പറഞ്ഞ വാക്ക്. റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ ഉപദേശിക്കുമ്പോൾ ആദ്യം പറഞ്ഞത് അതാണ്, ഇത്തഖുല്ലാ, നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കുക. ഊസിക്കും ബിത്തഖ്വല്ലാഹ്, അള്ളാഹുവിന്റെ തഖ്വയാൽ ഞാൻ നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു എന്നറിയാം. റസൂലുള്ളാഹിന്റെ എല്ലാ ഉപദേശവും അങ്ങനെയാണ്. അവിടെയാണ് തഖ്വ എന്നുള്ള വാക്കിനെ നമ്മൾ വിശദീകരിക്കും. ഇവിടെ അള്ളാഹിനെ സൂക്ഷിക്കാനല്ല മക്കക്കാരോട് പറഞ്ഞു. ആരെ സൂക്ഷിക്കാനാണ്? മാ ബൈന ഐദീക്കും. ഐദ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യദുൻ ജംആണ്, ഐദ് കൈകൾ എന്നാണ് അർത്ഥം. പക്ഷെ ബൈന ഐദിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമാമ എന്നാണ് അർത്ഥം, മുമ്പിലുള്ളത്. അല്ലെ? നിങ്ങളുടെ മുമ്പിലുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. എന്താ മക്കാരെ മുമ്പിലുള്ളത് എന്താ? നമുക്ക് അടുത്തായിട്ട് കൂടി വരാം, എന്നിട്ട് അതിനെ വിശദീകരിക്കാം. വമാ ഖൽഫക്കും, നിങ്ങളുടെ മുന്നിലുള്ളതിനെയും പിന്നിലുള്ളതിനെയും നിങ്ങൾ എന്ത് ചെയ്തോ? സൂക്ഷിച്ചോ. എന്ന് ആരോട് പറഞ്ഞാൽ? മക്കയിലെ ആളുകളോട്, മുശ്രിക്കുകളോട് പറയാണ്, മുന്നിലുള്ളതിനെയും പിന്നിലുള്ളതിനെയും നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. അങ്ങനെ സൂക്ഷിച്ചാൽ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ ആരാകാം? റഹ്മത്ത് കിട്ടിയേക്കാം. അല്ലെ? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ പാത്രീഭൂതരായി നിങ്ങൾ മാറിയ റബ്ബിന്റെ കാരുണ്യം കിട്ടും എന്ന് പറഞ്ഞു. മുന്നിലുള്ളതിനെയും പിന്നിലുള്ളതിനെയും. എന്താ ഈ മുന്നിലുള്ളതും പിന്നിലുള്ളതും? ഒരു ജനതനോട് പറയാണ്, നിങ്ങൾ മുന്നിലുള്ളതിനെയും അവിടെ മുന്നിലുള്ള മലകളെയാണോ? അല്ല. അവിടെ മുഫസ്സിറുകൾ മുഴുവൻ പറഞ്ഞു ഒരൊറ്റ അഭിപ്രായമാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ജരീർ ത്വബരി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി, അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി, എല്ലാവരും പറഞ്ഞ ഒരൊറ്റ വിശദീകരണമാണ്. മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾക്ക് അള്ളാഹു നൽകിയ ശിക്ഷ. മക്കക്കാർക്ക് മുൻഗാമികളെ കുറെ പരിചയപ്പെടുത്തി കൊടുത്തു അള്ളാഹ് ഈ സൂറത്തില്. ഇതിന് മുന്നുള്ള സൂറത്തുകൾ, മക്കിയായ സൂറത്തിന്റെ പ്രത്യേകത അതല്ലേ. ഫിറൗന്റെ കഥ ഉണ്ട്, പിന്നെ മറ്റേ നമ്രൂദിന്റെ ചരിത്രം പറഞ്ഞു പോയിട്ടുണ്ട്, പിന്നെ കാറൂനിന്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്, ലൂത്തിന്റെയും ആദിന്റെയും ലൂത്ത് നബിയുടെ ജനതയെയും ആദിനെയും സമൂദിനെയും പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇവരൊക്കെ അള്ളാഹ് പലപ്പോഴും എന്ത് ചെയ്തതാണ്? തകർത്ത് കളഞ്ഞതാണ്.
അപ്പൊ ഈ തകർത്ത് കളഞ്ഞ മുൻകഴിഞ്ഞു പോയ ആൾക്കാരനാണ് ഇവിടെ ഉദ്ദേശം. അതേപോലെ നിങ്ങൾക്കും എന്ത് ചെയ്യും? അപ്പൊ ഒരു താക്കീതാണ് ഇതിൽ വായിക്കുമ്പോൾ, ഇത്തഖൂമാ ബൈന ഐദീക്കും, നിങ്ങളുടെ മുന്നിലുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. എന്താ ബൈന ഐദ് എന്നുള്ള വാക്ക്? കൈകൾ എപ്പോഴും മുന്നിലല്ല ഉണ്ടാവുക, കൈകൾ എപ്പോഴെങ്കിലും നമ്മൾ പിന്നിൽ കെട്ടുക, അധികവും കൈകളോടെ ഉണ്ടാവുക. അപ്പൊ അറബിയിൽ ഒരു പ്രയോഗമാണ് ബൈന ഐദി എന്നാണ്. ബൈന യദൈക, നിന്റെ മുമ്പിലുള്ളത് എന്നാണ്. ബൈന യദൈക, നിന്റെ മുമ്പിലുള്ളത്. ബൈന യദൈഹി, അവന്റെ മുമ്പിലുള്ളത്. ബൈന യദയ്യ, എന്റെ മുമ്പിലുള്ളത്. അപ്പൊ ബൈന ഐദീക്കും, നിങ്ങളുടെ കൈകളുടെ മുന്നിലുള്ളത്, നിങ്ങളുടെ മുന്നിലുള്ളതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. മുന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ മുൻഗാമികൾക്ക് വന്ന ശിക്ഷകളെ നിങ്ങൾ സൂക്ഷിക്കുക. കരുതിയിരുന്നോ? കാരണം അമ്പിയാക്കളെ കളവാക്കിയപ്പോ അള്ളാഹു ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു. അള്ളാഹു ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു തആല പലരെയും പേമാരി കൊണ്ടും ഭൂമി കുലുക്കം കൊണ്ടും അള്ളാഹു നശിപ്പിച്ചു കളഞ്ഞു. അതുകൊണ്ട് മക്കക്കാരെ നിങ്ങൾ എന്ത് ചെയ്തോ? കരുതിയിരുന്നു. ഒമാ ഖൽഫക്കും, ഇനി പിന്നിലുള്ളത് എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് രീതിയിൽ ബൈന ഐദീക്കും ഒമാ ഖൽഫക്കും, അതായത് ബൈന ഐദീക്കും മുന്നിലുള്ളത് എന്ന് പറഞ്ഞു, വരാനിരിക്കുന്നത്. സോറി, ബൈന ഐദീക്കും മുന്നിലുള്ളത് വരാനിരിക്കും. ഒമാ ഖൽഫക്കും എന്ന് പറഞ്ഞാൽ പിന്നിലുള്ളത്, കഴിഞ്ഞു പോയത്. അതാണ് ഞാൻ പറഞ്ഞെടുത്ത് അവിടെ ഒരു അപാകത വന്നതാണ്. ബൈന ഐദീക്കും എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത്, ബൈന ഖൽഫക്കും ഒമാ ഖൽഫക്കും എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയത്. അതായത് കഴിഞ്ഞു പോയതാണ് ഖൽഫുള്ളത്, അതായത് കഴിഞ്ഞു പോയല്ലേ ശിക്ഷകളൊക്കെ, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? സൂക്ഷിക്കുക. വരാനിരിക്കുന്നതിനെ നിങ്ങൾ, വരാനിരിക്കുക എന്ന് പറയുമ്പോൾ ഏതാണ്? വരാനിരിക്കുക എന്ന് പറയുമ്പോ ഖബർ ശിക്ഷ, അതേപോലെ തന്നെ പരലോകം. ഇനി അതിനപ്പുറത്തേക്ക് ഇവർ ഈ ഒരു നന്ദികേടിൽ കഴിയുകയാണെങ്കിൽ എന്താകും? അള്ളാഹുവിൽ നിന്ന് ഭൂമിയിൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ശിക്ഷ ഇറങ്ങും എന്നാ പറഞ്ഞതിന്റെ പൊരുൾ അതാണ്. അപ്പൊ ബൈന ഐദീക്കും വമാ ഖൽഫക്കും, മുന്നിലുള്ളതിനെയും പിന്നിലുള്ളതിനെയും നിങ്ങൾ സൂക്ഷിക്കുക. അള്ളാഹുവിന്റെ ശിക്ഷകളെ നിങ്ങൾ കരുതിയിരിക്കുക. ലഅല്ലക്കും തുർഹമൂൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആരാകാം? അള്ളാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾക്ക് നൽകിയേക്കാം. കാരണം ആ ഒരു ശിക്ഷകൾ എന്ത് ചെയ്യാം? ഒഴിഞ്ഞു പോയേക്കാം. റബ്ബിന്റെ കാരുണ്യത്തിൽ നിങ്ങളായി തീരുമെന്നാണ്. എന്നിട്ട് റബ്ബ് പറയാൻ, വമാ തഅതീഹിം മിൻ ആയത്തിൻ, വമാ തഅതീഹിം മിൻ ആയത്തിൻ മിൻ ആയാതി റബ്ബിഹിം, അവരുടെ രക്ഷിതാവിൽ നിന്ന് ഒരായത്തും അവരിലേക്ക് വരുന്നില്ല. മാ തഅതീഹിം എന്ന് പറഞ്ഞാൽ അവരിലേക്ക് വരുന്നില്ല. അത്താ യഅതി, അത്താ എന്ന് പറഞ്ഞാൽ വന്നു, യഅതി എന്ന് പറഞ്ഞാൽ വരുന്നു, തഅതി എന്ന് പറഞ്ഞാൽ അവൾ വരുന്നു എന്നാണ്. അഥവാ ആയത്ത് എന്ന് പറഞ്ഞാൽ ദൃഷ്ടാന്തം. അള്ളാഹുവിൽ നിന്ന് കുറെ ദൃഷ്ടാന്തം വന്നില്ലേ മക്കയിലെ ആൾക്കാർക്ക്? റസൂലുള്ളാഹി ചന്ദ്രനെ പിളർത്തി കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആൻ ഓതി കൊടുത്തു. ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് വിശുദ്ധ ഖുർആൻ. ഇതൊക്കെ വരുമ്പോ ഇവരെന്താ ചെയ്യുക? ഇതിനെ നിഷേധിക്കുക ചെയ്യുക. അവരിലേക്ക് ആയത്തുകൾ വന്നിട്ടില്ല, അവരുടെ രക്ഷിതാവിൽ നിന്ന് വന്നിട്ടില്ല. എങ്ങനെയായിട്ടല്ലാതെ? ഇല്ലാ കാനു അൻഹാ മുഅരിളീൻ, അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളഞ്ഞവരായിട്ടല്ലാതെ. അതായത് ആയത്ത് വന്ന അപ്പം എന്ത് ചെയ്യും? തിരിഞ്ഞു കളയും. ആയത്ത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ? ഇപ്പൊ ഈ സൂറത്തിൽ തന്നെ പറഞ്ഞില്ലേ, എന്താണ്? കപ്പൽ ഒരായത്താന്ന് പറഞ്ഞു. അള്ളാഹു അതിലൂടെ അവർക്ക് കാണിച്ചു കൊടുത്തു. പക്ഷെ അള്ളാഹുലേക്ക് അവർ മടങ്ങി വന്നോ? ഇല്ല. അല്ലെ, തിരമാല ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോ അള്ളാഹ് എന്ന് വിളിക്കും, പക്ഷെ കരയിൽ വരുമ്പോ വീണ്ടും ലാത്തയും മുസയും മനാത്തയുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി അതിനപ്പുറത്ത് ആകാശഭൂമികൾ അള്ളാഹു കാണിച്ചു കൊടുത്തു. അതിന്റെ രഹസ്യങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് അവർ വന്നോ? ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾക്കും കൊണ്ടുവരാൻ കഴിയാത്ത വിശുദ്ധ ഖുർആൻ അവർ ഓതി കൊടുത്തു. ഇതേപോലെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ എന്ന് വരെ വെല്ലുവിളിച്ചു. ഇതേപോലത്തെ ഒരു വേദം പോട്ടെ, ഇതിലെ 10 ആയത്ത് അല്ലെങ്കിൽ ഒരായത്ത് അവർ കൊണ്ടുവന്നോ? ഇല്ല. ഇതൊരായത്താണ്, ദൃഷ്ടാന്തമാണ്. പക്ഷെ ഇത് കൊണ്ടുവരുമ്പോഴൊക്കെ അവരെന്താ ചെയ്യുക? മുഅരിളൂൻ. എന്താ മുഅരിൾ എന്ന വാക്കിന്റെ അർത്ഥം? അഅറള എന്ന് പറഞ്ഞാൽ ശരിക്ക് തിരിഞ്ഞു കളയാ. അൻഹാ മുഅരിളൂൻ, അഅറള അൻ എന്ന പ്രയോഗമാണ്. അഅറള അൻ, തിരിഞ്ഞു കളയാ. എന്നാൽ വെറും അഅറള എന്നാണെങ്കിൽ ഷോ ചെയ്യാന്നാണ് അർത്ഥം. മഅറൽ എന്ന് പറയും നമ്മൾ എക്സിബിഷൻ ഒക്കെ. മഅരിൽ അല്ലെങ്കിൽ മഅറൽ എന്ന് പറയില്ല, എക്സിബിഷൻ, ഷോ ചെയ്യുക. പക്ഷെ അഅറള അൻ എന്നുള്ള പ്രയോഗമാണ്. അൻഹാ മുഅരിളീൻ, അവർ അതിനെ തൊട്ടെന്താണ്? തിരിഞ്ഞു കളഞ്ഞവരാണ്. ഇവിടെ കാനു എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ മുഅരിളീൻ എന്നാണ്, അല്ലെങ്കിൽ അത് മുഅരിളൂൻ എന്നാണ് ഉപയോഗിക്കുക. ഇവിടെ കാനന്റെ ഖബർ എന്നുള്ള ഒരു പ്രയോഗം, ഒരു ഗ്രാമറായിട്ട് അവിടെ ഒരു സംഭവം ഉണ്ട്. അതാണ് കാനു അൻഹാ മുഅരിളീൻ, അവർ അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവരായിട്ടായിരിക്കും എന്ത് ചെയ്യുക? ഓരോ ആയത്ത് വരുമ്പോഴും അവരുടെ അവസ്ഥ, ആ ആയത്തുകൾ അവർ സ്വീകരിക്കൂല എന്നർത്ഥം. എന്നിട്ട് ഇനി റബ്ബ് അവരുടെ അടുത്ത സ്വഭാവം പറയും. ഇതൊക്കെ ആരുടെ സ്വഭാവമാണ്? മക്കയിലെ മുശ്രിക്കുകളുടെ സ്വഭാവം. അള്ളാഹു അതിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഒരൊറ്റ ആയത്തിന്റെ ഒരു പകുതി മതി, അല്ലെങ്കിൽ ഒരു അരവരി മതി നമ്മളതിനെ സ്വീകരിക്കാൻ. പക്ഷെ സത്യനിഷേധികൾക്ക് 1000 ആയത്തുകൾ കാണിച്ചു കൊടുത്താലും അവരെന്ത് ചെയ്യൂല? സ്വീകരിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ ഉണർത്തുകയാണ്. അത് അവരുടെ ധാർഷ്ട്യമാണ്, അവരുടെ ശാഠ്യമാണ്, കുഫറിന്റെ ശാഠ്യമാണ്. റബ്ബ് പറയുന്നു, വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ. വഇദാ ഖീല ലഹും, അവരോട് പറയപ്പെട്ടാൽ. ഖുറാനിൽ പല സ്ഥലത്തും അള്ളാഹ് പറഞ്ഞ വാക്കാണ് വഇദാ ഖീല ലഹും. മുനാഫിക്കുകളെ സംബന്ധിച്ച് പറഞ്ഞതാണ്. ഇവിടെ അധികവും ആരെ സംബന്ധിച്ചാണ്? മക്കയിലെ
മുശ്രിക്കുകളെ സംബന്ധിച്ച്. അംഫിഖു, എന്താ അംഫിഖു? അംഫിഖു നിങ്ങൾ ചെലവഴിക്കൂ, അല്ലെ? അംഫിഖ് അംഫിഖാ അംഫിഖു നിങ്ങൾ ചെലവഴിക്കൂ. പറയപ്പെട്ടാൽ എന്ന് പറയുമ്പോൾ ഇവിടെ പറയുന്ന ആളാരായിരിക്കും? ഇവിടെ ഇപ്പൊ മജ്ഹൂലാണിത്. ഖീല എന്നുള്ളത് പറയപ്പെട്ടാൽ എന്നാണ്. പറയുന്നവൻ ആരായിരിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. റസൂലുള്ളാഹി അവരോട് ചെന്ന് പറയണേ നിങ്ങൾ ചെലവഴിക്കൂ. റസൂലുള്ളാഹി അവരോട് പറയണേ നിങ്ങൾ വിശ്വസിക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അവരോട് പറയാണ് ഇത് അള്ളാഹുവിന്റെ ആയത്താണ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കൂ, മുന്നിലുള്ളതിനെയും പിന്നിലുള്ളതിനും, അല്ലെ, വരാനിരിക്കുന്ന ശിക്ഷയെയും മുൻകഴിഞ്ഞു പോയ സമുദായത്തിന്റെ ശിക്ഷയും സൂക്ഷിക്കൂ എന്നൊക്കെ റസൂലുള്ളാഹി അവരോട് പറയണം. അള്ളാഹിന്റെ റസൂലിനെയാണ് അള്ളാഹു നിയോഗിച്ചത് ഇത് പറഞ്ഞുതരാന്. പക്ഷെ ഇത് അവരോട് പറയപ്പെട്ടാൽ എന്താ പറയാ? അംഫിഖു നിങ്ങൾ ചെലവഴിക്കൂ എന്ന് അവരോട് പറയപ്പെട്ടാൽ എങ്ങനെ, എന്തിനെ ചെലവഴിക്കാം? മിമ്മ റസഖക്കും, അത് നമ്മൾ അടിവരട്ടേണ്ട ഒരു വാക്കാണ്, നമ്മളൊക്കെ ബാധിക്കേണ്ട ഒരു വാക്കാണ്. മിമ്മ റസഖക്കുമുള്ള, അള്ളാഹു നിങ്ങൾക്ക് റിസ്ക്കായി തന്നത്. നമ്മൾ പറയാ എന്റെ കഴിവുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, എന്റെ സ്കില്ലാണ്, എന്റെ അധ്വാനാണ്. പലരും പറയുന്ന കേൾക്കല്ലേ, പക്ഷെ അത് നമ്മളെ അധ്വാനമല്ല, അതാരെന്നാ? അള്ളാഹു സുബ്ഹാനഹു വ തആല. ഈ സമ്പത്തിനെ സംബന്ധിച്ച് അള്ളാഹ് സംസാരിക്കുന്നിടത്ത് മുഴുവൻ ഇത് അള്ളാഹിന്റെ സമ്പത്താണ്. ദാലിക ഫദ്ലുല്ലാഹ്, ഇത് അള്ളാഹിന്റെ മുതലാണ്, അള്ളാഹിന്റെ ഔദാര്യമാണ്. യുതീഹി മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ എന്ത് ചെയ്യുന്നു? അത് കൊടുക്കുന്നു എന്നാണ്. ഇത് അള്ളാഹ് താൽക്കാലികമായി തന്നതാണ്. എന്ത്? നമ്മുടെ കൈകളിലുള്ള സമ്പത്ത്, അത് ചെറുതായാലും വലുതായാലും. മുശ്രിക്കുകൾക്ക് ഒരു മെന്റാലിറ്റി ഉണ്ട്. സമ്പത്തുകളോടുള്ള അവരുടെ സമീപനം നമ്മളിവിടെ മനസ്സിലാക്കണം. കാരണം മുസ്ലിം ലോകത്തിൽ പലരും ആ ഒരു വിചാരത്തിലൂടെ കടന്നു പോകുന്നവരാ. നമ്മളറിയില്ലേ, 2 ചക്രം കയ്യിൽ വരുമ്പോൾ നമ്മളെ സ്വഭാവത്തിലും നമ്മളെ മെന്റാലിറ്റിയിലും മാറ്റം വരും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ മാറ്റം വരാൻ പാടില്ല. കാരണം ഈ അവിശ്വാസികളുടെ, അതല്ലെങ്കിൽ പരലോക വിശ്വാസമില്ലാത്ത മുശ്രിക്കുകളുടെ സ്വഭാവത്തെ റബ്ബ് പറഞ്ഞു തരാൻ. അവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹു തന്നതിനെ ചെലവഴിക്കാൻ വേണ്ടി പറഞ്ഞാൽ, അള്ളാഹു തന്നതിൽ മിമ്മാനല്ലേ, മുഴുവൻ പറഞ്ഞിട്ടില്ല, മുഴുവൻ ചെലവാക്കണം എന്ന് പറഞ്ഞിട്ടില്ല. അല്ല, ഇന്ന് കുറച്ച് കൊടുക്കൂ, നമ്മളത് ജീവിതങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഉപജീവനൊക്കെ കഴിഞ്ഞ് അതിൽ നിന്ന് ചെലവഴിക്കും. മിമ്മ റസഖക്കുമുല്ലാഹ്, അള്ളാഹു നിങ്ങൾക്ക് നൽകിയതിൽ നിന്ന് ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യൂ? ചെലവഴിക്കൂ എന്ന്. മുഴുവൻ കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, കുറച്ചൊന്ന് നിങ്ങൾ ചെലവഴിക്കൂ എന്ന് പറഞ്ഞാൽ ഖാലല്ലദീന കഫറു, ഖാലല്ലദീന കഫറു, അവിശ്വാസികൾ പറയും. മുഅ്മിനീങ്ങൾ പറയില്ല, ആരാ പറയാ? അവിശ്വാസികൾ പറയും. ആരോട്? ലില്ലദീന ആമനു, മുഅ്മിനീങ്ങളെ നോക്കിയിട്ട് അവർ പറയും അനുത്ഇം, ഞങ്ങൾ ഭക്ഷിപ്പിക്കേ, ഞങ്ങൾ ഭക്ഷിപ്പിക്കുകയോ, അനുത്ഇമു ഞങ്ങൾ ത്വആം കൊടുക്കുകയോ, അല്ലെ? ത്വആം എന്ന് പറഞ്ഞാൽ എന്താ? ഭക്ഷണം. അത്അമ യുത്ഇമു എന്നാണ്. നമ്മള് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ? അൽഹംദുലില്ലാ അല്ലദി അത്അമനി, എന്നെ ഭക്ഷിപ്പിച്ച അള്ളാഹുവിന്. ശരിക്കും ഭക്ഷിപ്പിക്കുന്നവൻ ആരാൻ? അള്ളയാണ്. നമ്മള് അധ്വാനിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങി നടന്നു പോയി വാങ്ങിയ കുബൂസാൻ, ശരിയാണ്. പക്ഷെ തിന്നത് നമ്മളാണെങ്കിൽ അത് തീറ്റിച്ചത് ആരാൻ? അള്ളയാണ്. നമ്മളെ മക്കൾക്ക് കൊടുത്തതല്ല, മക്കൾക്ക് കൊടുത്ത റിസ്ക് ആരാ കൊടുത്തത്? അള്ളാഹ് കൊടുത്തതാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റിസ്കിൽ വിശാലത നൽകട്ടെ. അത് അള്ളാഹുവിന്റെ റിസ്ക്കാണ്, അല്ലെ? അള്ളാഹ് തൽക്കാലം തന്നതാണ് ഈ സമ്പത്ത്. ഈ സമ്പത്ത് ചില ആൾക്കാർക്ക് അള്ളാഹു കുറെ കൊടുക്കും, ചില ആൾക്കാർക്ക് അള്ളാഹ്, എല്ലാവർക്കും വേണമെങ്കിൽ അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാവരും സമ്പന്നരാക്കാമായിരുന്നു. പക്ഷെ അള്ളാഹ് ആക്കിയില്ല. എന്താ കാരണം? ദുനിയാവ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടെ ആര് വേണം? കുറച്ച് പാവങ്ങൾ വേണം, അല്ലെ? അവര് കൃഷി ചെയ്യണം, അവരെന്ത് ചെയ്യണം? ഭക്ഷണം, അവര് കൃഷി ചെയ്ത് വിളവുകൾ ഉണ്ടാക്കണം, അത് കച്ചവടം ചെയ്യാൻ ആളുകൾ വേണം. അപ്പോൾ സമ്പന്നരും പാവങ്ങളും ചേരുമ്പോഴാണ് ദുനിയാവ് മുന്നോട്ട് പോവുക. അള്ളാഹ് വിചാരിച്ച എല്ലാവരും ദരിദ്രന്മാരും ആക്കാമായിരുന്നു. എല്ലാവരും ദരിദ്രന്മാരായാലും എന്താവൂല? ദുനിയാവ് മുന്നോട്ട് പോകൂല, അല്ലെ? സമ്പത്ത് വേണ്ടേ? സമ്പന്നര് കുറച്ച് വേണ്ടേ? പൈസ ഇറക്കണ്ടേ? അപ്പൊ ചില ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്തു? വർധനവ് കൊടുത്തു, ചില ആളുകൾക്ക് അള്ളാഹു ഇതും കൊടുത്തു. അത് ഒരിക്കലും ഒരാളുടെ ഈമാന്റെ അടിസ്ഥാനത്തിലോ അയാളുടെ തഖ്വയുടെ അടിസ്ഥാനത്തിലോ അല്ല. ഒരു തഖ്വയുള്ളവൻക്കാണ് അള്ളാഹു സമ്പത്ത് നൽകുക എങ്കിൽ ഏറ്റവും വലിയ സമ്പന്നൻ ആരാകുമായിരുന്നു? നമ്മളെപ്പോഴും പറയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആകുമായിരുന്നു. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചതും റസൂലുള്ള മരിച്ചതും ഒക്കെ മിസ്കീനായിട്ടാണ് എന്നുള്ളത് എന്ത് ചെയ്യുക? നബിയുടെ ഹദീസുകളിൽ കാണാൻ കഴിയും. പക്ഷെ റസൂലുള്ള സമ്പന്നനാൻ, സ്വത്തുകൊണ്ടല്ല. ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? റസൂലുള്ള പറഞ്ഞില്ലേ, ഗിനൻ നഫ്സ്, മനസ്സംതൃപ്തിയാണ്. മാനസികമായ ഒരു ഐശ്വര്യമുണ്ട്, മനസ്സ് വിശാലമാകുന്ന, അല്ലെ? മനസ്സിൽ തോന്നുന്ന ഒരു ധന്യതയുണ്ട്. അതാണ് ഏറ്റവും വലിയ ധന്യത എന്ന് റസൂലുള്ള ലോകത്തെ പഠിപ്പിച്ചവനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കലും സമ്പത്തിന്റെ പെരുമയിലല്ല. അങ്ങനെയാണെങ്കിൽ പലരും ആത്മഹത്യയുമായിരുന്നില്ല. കുറെ ആൾക്കാരുണ്ടല്ലേ, വലിയ വലിയ ബില്യൺ കണക്കിന് ആസ്തിയുള്ള ആളുകൾ നേരം വെളുക്കുമ്പോൾ ചെറിയൊരു കയറിന്റെ മുന്നിലോ അല്ലെങ്കിൽ ഒരു വെടിയുടെ മുന്നിലോ മരിച്ച പല ചരിത്രം. ഈ അടുത്തു പോലും നമ്മൾ എന്ത് ചെയ്തു? വലിയ വലിയ വ്യവസായികളെ സംബന്ധിച്ച് നമ്മൾ വായിച്ചവരാൻ. അപ്പോ അള്ളാഹു നൽകുന്നതാണ് ധന്യത. അത് ഹൃദയത്തിലുണ്ടോ? അതാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ഇന്നല്ലാഹ ഗനിയുൻ, അല്ലെ? അതിസമ്പന്നനാരാൻ? അള്ളാഹു മാത്രമാണ്. വനഹ്നുൽ ഫുഖറ, നമ്മൾ ദരിദ്രരാൻ, നമ്മൾ ആവശ്യക്കാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവിടെ റബ്ബ് പറയാണ് ഈ
സത്യനിഷേധികളെ മുഅ്മിനീങ്ങളെ നോക്കിയിട്ട് പറയും, ഇവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുക്കേ? അനുതഇം മല്ലൗ യശാഉല്ലാഹു അത്അമഹു, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹ് ഓൽക്ക് തിന്നാൻ കൊടുക്കുമല്ലോ അല്ലെ? അവർ വലിയ മുഅ്മിനീങ്ങളല്ലേ. അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യുമായിരുന്നു? അവരെ ഭക്ഷിക്കുമായിരുന്നല്ലോ. അപ്പൊ അള്ളാഹ് ഭക്ഷിപ്പിക്കാത്ത, അള്ളാഹ് സമ്പത്ത് കൊടുക്കാത്ത അവരെ ഞങ്ങൾ നോക്കണം എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് ഒരു അഹങ്കാരത്തിന്റെ വർത്താനല്ലേ അല്ലേ? ഇത് ഇവരുടെ കഴിവുകൊണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ അവരുടെ തറവാട്ട് മഹിമ കൊണ്ട് കിട്ടിയതാണ്, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും നന്മകൾ കൊണ്ട് ലഭിച്ചതാണ് എന്നാണ് ധാരണ. പക്ഷെ അള്ളാഹ് പറയാം അതല്ല, അതങ്ങനല്ല അല്ലെ? അവര് അഹങ്കാരത്തിന്റെ വാക്കും പറഞ്ഞു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അള്ളാഹ് അവർക്ക് കൊടുക്കൂലേ? അവര് നല്ലവരല്ലാത്തത് കൊണ്ടാണ് അള്ളാഹ് എന്ത് ചെയ്തത്? അവർക്ക് കൊടുക്കാത്തത് എന്നെന്ത് ചെയ്തു? അവരവിടെ അറിയാതെ പറഞ്ഞു. അതൊരു ശരിക്കും നിഅമത്ത് നന്ദി കേടാൻ നിയമത്ത് കെട്ടിയിട്ട് സൂറത്തുൽ ഫജ്റിൽ നമുക്കറിയില്ലേ, വഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ. റബ്ബ് പറയുന്നു, ചില മനുഷ്യരുണ്ട്, അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല എന്ത് ചെയ്യും? പരീക്ഷണം കൊടുക്കും. ഇദാ മബ്തലാ, അള്ളാഹു അവനെ പരീക്ഷിക്കും അല്ലെ? നഅമഹു, അള്ളാഹു അവനക്ക് കുറെ നിഅമത്ത് കൊടുക്കും, അനുഗ്രഹങ്ങൾ കൊടുക്കും, സമ്പത്ത് കൊടുക്കും, സമൃദ്ധി കൊടുക്കും. വഅക്രമഹു, അള്ളാഹു അവനെ ആദരിക്കും. ലോകത്ത് നല്ല സ്ഥാനവും മാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഫയഖൂലു റബ്ബി അക്രമൻ, അപ്പൊ അവൻ പറയാ എന്റെ റബ്ബ് എന്നെ ആദരിച്ചു, ഓ എന്റെ മഹത്വം കൊണ്ട് എനിക്ക് കിട്ടിയതാന്നറിയും. എന്നാൽ അമ്മൽ ഇൻസാൻ, എന്നാൽ ആ മനുഷ്യൻ തന്നെയാൻ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല റിസ്ക് ഒന്ന് കുറച്ച് കുടുസാക്കുമ്പോ അല്ലെ, ശമ്പളമൊക്കെ ഒന്ന് കുറച്ച് കുറയുമ്പോ, അതില്ലെങ്കിൽ എന്തെങ്കിലും ജീവിത ചെലവുകൾ ഏറുമ്പോ, സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരാധീനതകൾ വരുമ്പോ അവൻ പറയും റബ്ബി അഹാനൻ, എന്റെ റബ്ബൻ എന്ത് ചെയ്തു? കൈവിട്ടിരിക്കുന്നു, എന്നെ റബ്ബ് നിന്ദിച്ചിരിക്കുന്നു എന്ന് പറയും അല്ലെ? അത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ്. മനുഷ്യന്റെ മനസ്സിൽ അങ്ങനെ ഉണ്ടാവുക. ചില ആൾക്കാർ നല്ലവരായതുകൊണ്ട് സമ്പത്ത് കൊടുത്തു, അവര് എന്താണ് ഒരു നിലവാരമില്ലാത്തതുകൊണ്ട് അള്ളാഹു അവനെ ദരിദ്രരാക്കി എന്നാണ് ചില ആളുകൾ, ഇന്നും ആളുകൾ വിചാരിക്കുന്നതാണ്. പക്ഷെ ഒരിക്കലും അങ്ങനല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ദുനിയാവിന്റെ വിഭവങ്ങളെ റബ്ബ് എന്ത് ചെയ്തിട്ടില്ല? റബ്ബ് അതിന് വില കൊടുത്തിട്ടില്ല. അള്ളാഹിന്റെ അടുത്ത് ദുനിയാവിലെ വസ്തുക്കൾക്ക് എന്തില്ല? വിലയില്ല. അതുകൊണ്ടാണ് റബ്ബിനെ നിഷേധിച്ചവനും എന്താണ് ദുനിയാവിൽ സമ്പന്നനാവുന്നത്. റബ്ബിന് സുജൂദ് ചെയ്യുന്നവൻ പലപ്പോഴും ദരിദ്രനാവുന്നത്. ലോകത്ത് കടന്നു വന്ന പല അമ്പിയാക്കളെയും അള്ളാഹു പരീക്ഷിച്ചത് രണ്ട് കാര്യം കൊണ്ടാണ്. ഭൂരിഭാഗം എന്താണ്? ദാരിദ്ര്യവും രോഗവും. തഫ്സീറുകളിൽ കാണാം, ഭൂരിഭാഗം അമ്പിയാക്കളെയും അള്ളാഹ് പരീക്ഷിച്ചത് എന്തുകൊണ്ടാ? ദാരിദ്ര്യം കൊണ്ടും രോഗങ്ങൾ കൊണ്ടും. എന്തിനാൻ? അവരുടെ ഈമാൻ ശക്തമാവാൻ, റബ്ബിൽ കൂടുതൽ വിനയമുള്ളവരാവാൻ, താഴ്മയുള്ളവരാവാൻ. സമ്പത്ത് കൂടുമ്പോൾ താഴ്മയും വിനയവും സ്വാഭാവികമായി എന്താവും? നഷ്ടമാകും. അള്ളാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കളെ മുഴുവൻ പരിചയപ്പെടുത്തുന്ന ആ രൂപത്തിലാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ അല്ലെ? പക്ഷെ അതിൽ അവർക്ക് ഉണ്ടാവുന്ന ഒരു ധന്യതയുണ്ട്, സമാധാനമുണ്ട്, ഐശ്വര്യമുണ്ട്. അത് എത്ര താഴ്ന്ന അവസ്ഥയിലാണെങ്കിലും അല്ലെ, സഹായവും അള്ളാഹുവിൽ നിന്നുള്ള വിജയവും അവരുടെ പക്കൽ ഉണ്ടാകുമെന്നുള്ളതാണ് വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ എന്നതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയത്. ഇവിടെ ഇവരുടെ ഒരു സ്വഭാവമാണ്, മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ അള്ളാഹു ഉദ്ദേശിച്ചില്ലെങ്കിൽ അവർക്ക് കൊടുക്കുമായിരുന്നല്ലോ, ഞങ്ങൾ ഇനി അവരെ ഭക്ഷിപ്പിക്കണോ എന്ന് പറയും. ഇൻ അൻതും ഇല്ലാ ഫി ളലാലിൻ മുബീൻ, അവർ പറയും നിങ്ങളാണ് ഏറ്റവും വലിയ വ്യക്തമായ വഴികേടിൽ. ശരിക്കും വഴികേടിൽ ആരാൻ? ഇവരാണ് അല്ലെ? ഇവരല്ലേ വഴികേടില്. എന്നിട്ട് ഇവരെ അടുത്തേക്ക് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ഇവർ ചെലവഴിക്കാതെ നിൽക്കുന്ന ആളുകൾ ആരാണ് യഥാർത്ഥത്തിൽ? ഫി ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികേടിലാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഇവരുടെ പരിഹാസമാണ് നമ്മൾ അവസാനമായി ഓതി വെച്ചത്. വയഖൂലൂന മതാ ഹാദൽ വഅദ് ഇൻ കുൻതും സാദിഖീൻ. നബിയെ പരിഹസിക്കുന്ന അടുത്തൊരു പരിഹാസമാണ്. അവർ പറയും മതാ ഹാദൽ വഅദ്, എപ്പോഴാണ് ഈ വഅദ്? എന്താ വഅദ്? വാദ അല്ലെ, കരാർ, വാഗ്ദാനം. അള്ളാഹു പറഞ്ഞ വാഗ്ദാനം എന്താ? അന്ത്യനാളാണ്. അൽ വഅദ് എന്നുകൊണ്ട് ഉദ്ദേശം അന്ത്യനാൾ. റസൂൽ അവരോട് പറയും മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അന്ത്യനാളുണ്ട് എന്നൊക്കെ പറയും. അപ്പൊ ഇവരൊന്ന് നബിനെ കളിയാക്കാൻ മത്താ ഹാദൽ, ഏതാ എപ്പോഴാണ്? നമ്മളല്ലേ എപ്പോഴാണത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ അവർ കളിയാക്കും. ഇൻ കുൻതും സാദിഖീൻ, സത്യസന്ധരാണെങ്കിൽ പറഞ്ഞുകൊണ്ടാ അതെപ്പോഴാണ്? കൊണ്ടുവാ എന്ന് പറഞ്ഞ് നബിനെ കളിയാക്കും. പക്ഷെ റബ്ബ് പറയുന്നു മാ യൻദുറൂൻ ഇല്ലാ സ്വൈഹ വാഹിദ. മാ യൻദുറൂൻ അല്ലെ, അവരതിനെ കാണുകയില്ല. ഇല്ലാ സ്വൈഹത്തൻ വാഹിദ, ഒറ്റ അട്ടഹാസമായിട്ടല്ലാതെ. സ്വൈഹ എന്ന് പറഞ്ഞാൽ ഘോരമായ ശബ്ദം, അട്ടഹാസം എന്നാണ്. അന്ത്യസമയം എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് വരും. അങ്ങനെയാണ് അവർക്ക് എന്ത് ചെയ്യുക? കാണുക. അല്ലാതെ അവര് കാണൂല. പൊടുന്നനെ സംഭവിക്കുന്ന ഒന്നായിട്ടല്ലാതെ അവരതിനെന്ത് ചെയ്യൂല? കാണുകയില്ല. തഖുദുഹും, അന്നേരം ആ സ്വൈഹത്ത് അവരെ പിടികൂടും. വഹും യഖസ്സിമൂൻ, അവർ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോ. ഹാസമ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും അങ്ങോട്ട്, രണ്ടാൾക്കാർ ഇങ്ങനെ തർക്കം ചെയ്ത് ആ തർക്കം തീർന്നതിന് മുന്നേ ഒരു ഘോരമായ ശബ്ദം വന്ന് എല്ലാം ദ്രുതഗതിയിൽ എന്ത് ചെയ്യും? തീർന്നു പോകും. ഒരു ഹദീസിൽ കാണാം,
രണ്ട് കച്ചവടക്കാര് നമ്മളൊരു തുണിക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കച്ചവടക്കാർ ഒരു തുണി വാങ്ങുന്നതിനിടയിൽ അയാൾ നിർത്തി തന്നു, ഇതിന്റെ അളവ് ഇങ്ങനെ കാണിച്ചു തരാൻ. അത് മടക്കുന്നതിന് മുന്നേ ചിലപ്പോൾ എന്ത് ചെയ്യുക, അന്ത്യസമയം വന്നു പോയിട്ടുണ്ടാകാം. അതിന്റെ വേഗതയെ സംബന്ധിച്ച് പറയാം. പെടുന്നനെ നമ്മളെ പെട്ടെന്നൊരു എക്സ്പ്ലോഷൻ പോലെ, ഒരു പൊട്ടിത്തെറി പോലെ, ഒരു ഘോരമായ ശബ്ദം പോലെ അന്ത്യസമയം എന്ത് ചെയ്യും, ലോകത്ത് നടക്കുമെന്നാണ്. ആ ഒന്നാമത്തെ കാഹളത്തിലുള്ള ഊതുന്നതിനെ പറ്റിയാണ് ഈ പറഞ്ഞത്. സ്വൈഹത്തൻ വാഹിദ, ഒരു ഘോരമായ ശബ്ദം എന്ന് പറഞ്ഞില്ലേ. ഘോരമായ ശബ്ദം എന്ന് പറഞ്ഞാൽ ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുന്ന ഒന്നാമത്തെ ഊത്ത്. ആ ഊത്ത് പെടുന്നനെയായിരിക്കും, ആളുകൾ വിചാരിക്കാത്ത രൂപത്തിൽ. രണ്ടാൾക്കാർ ചിലപ്പോൾ തർക്കിച്ചുകൊണ്ടിരിക്കായിരിക്കും. അപ്പൊ എന്താകും, ഉടനെ അത് സംഭവിക്കും. ഇനി അതല്ലെങ്കിൽ വേറൊരാളെയും കൂടി പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയതില്ല. 50-ാമത്തെ ആയത്താണ്. അവിടെ നിന്ന് പൂർത്തിയാക്കിയത് റൗണ്ട് ആവാൻ വേണ്ടിയാണ്, കാരണം ഓർമ്മിച്ച് വെക്കാനും കൂടിയാണ്. ഫലാ യസ്തതിഊന തൗസിയ, ഒരു വസിയത്ത് പറയാൻ അവർക്ക് കഴിയൂല. എന്താ തൗസിയ അല്ലെ? നമ്മൾ മരിക്കണതിന് മുന്നേ നമ്മൾ ചെയ്യേണ്ടതാണ്. ഏതൊരാളും ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അല്ലെ 3 ദിവസത്തിൽ കൂടുതൽ വസിയത്ത് പറയാതെ കിടന്നുറങ്ങരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസിൽ കാണാം. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ അല്ലെ? എന്റെ സ്വത്തിന്റെ ഇത്ര ഓരില് 1/3 ഓരി ഇന്ന ആൾക്കുള്ളതാണ്. അനന്തര അവകാശികളല്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യുക, നമ്മൾ കൊടുക്കുന്ന വസിയത്തിനെ സംബന്ധിച്ചുള്ളതാണ്. ഇവിടെ വസിയത്ത് പോലും പറയാൻ എന്ത് ചെയ്യൂല, സമയം കിട്ടൂല. അന്ത്യസമയം വന്നു കഴിഞ്ഞാൽ വസിയത്തിന് പോലും സമയമില്ല. വലാ ഇലാ അഹ്ലിഹിം യർജിഊൻ, പുറത്താണെങ്കിൽ കുടുംബത്തിലേക്ക് മടങ്ങാൻ പോലുമുള്ള, ഞാൻ നിന്റെ വീട്ടിൽ പോയി വരട്ടെ, എന്റെ വീട്ടിലേക്ക് ഒന്ന് എത്തട്ടെ, അങ്ങനത്തെ സാവകാശം പോലും എന്തുണ്ടാവൂല. ഈ ഘോരമായ ശബ്ദം വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുകയില്ല. വളരെ വേഗതയിൽ പെടുന്നനെ അതെന്ത് ചെയ്യും, സംഭവിക്കുമെന്നാണ്. സൂറത്ത് ദാരിയാത്തിലാണെന്ന് പറയാം. റബ്ബ് പറയുന്നു, കലംഹിൽ ബസർ, കണ്ണിമ പൊട്ടുന്ന വേഗതയിൽ അന്ത്യസമയത്തിന്റെ ഘോരമായ ശബ്ദം കടന്നു പോകുമെന്നാണ്. എല്ലാവരും തകർന്ന് തരിപ്പണമാകുന്ന, എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന നിമിഷമെന്നാണ് അന്ത്യസമയത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഏതായാലും 50 ആയത്തുകളിൽ തൽക്കാലം നമ്മുടെ ഈ ഒരു വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഏറ്റവും വലിയ സൗകര്യം, ഏറ്റവും വലിയ സൗഭാഗ്യമാണ്, നിഅമത്താണ് ഖുർആൻ ഒരു ഹർഫ് ഓതാൻ, അത് പഠിക്കാൻ വേണ്ടി നമ്മൾ ഒരു സ്ഥലത്ത് ഇരിക്കണമെങ്കിൽ ഇതിനോളം പോകുന്ന ഒരു വലിയ അനുഗ്രഹം അള്ളാഹു ദുനിയാവിൽ നമുക്ക് എന്ത് തന്നിട്ടില്ല. പലർക്കും കിട്ടാത്തതാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ഗുരുനാഥന്മാർക്കൊക്കെ അല്ലെ, ഇത് പഠിപ്പിച്ചെന്ന ഒരുപാട് ഗുരുനാഥന്മാരുണ്ടാവും. ഓതാൻ പഠിപ്പിച്ചവർ, ഇതിന്റെ അക്ഷരങ്ങൾ പറഞ്ഞു തന്നവർ, ഇതിനെ എഴുതാൻ പഠിപ്പിച്ചവർ, ഇതിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് ഇതിന്റെ ഓരോ അർത്ഥങ്ങളെ സംബന്ധിച്ച് ആദ്യമായി പറഞ്ഞു തന്ന ആളുകൾ, അള്ളാഹു അവർക്ക് ദീർഘായുഷ്യ കൊടുക്കട്ടെ. അല്ലെ, മരിച്ചവരാണെങ്കിൽ അള്ളാഹു അവരുടെ ഖബർ വിശാലമാക്കട്ടെ. ഇതിനൊക്കെ പ്രചോദിപ്പിച്ചത് നമ്മുടെ മാതാപിതാക്കളാണ്. അള്ളാഹു അവർക്ക് എല്ലാവിധ റഹ്മത്തും ചെയ്യുമാറാവട്ടെ. റബ്ബേ മഗ്ഫിറത്തും റഹ്മത്തും, റബ്ബേ നീ അവർക്ക് ആഫിയത്ത് നൽകി അനുഗ്രഹിക്കണേ. ഒരുപാട് ആളുകൾ പല അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാൻ, പല കഷ്ടപ്പാടുകളും പറഞ്ഞ ആളുകളുണ്ട്. അതൊക്കെ പരീക്ഷണമാണ്, താൽക്കാലികമായ പരീക്ഷണങ്ങളാണ്. അള്ളാഹു അവർക്ക് വിജയം കൊടുക്കട്ടെ. ആ അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളിലും അള്ളാഹു അവർക്ക് നല്ല പ്രതിഫലം പകരമായി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ ദുരന്തങ്ങളിൽ നിന്ന് നമ്മളെ കാക്കട്ടെ. എല്ലാവിധ അസുഖങ്ങളിൽ നിന്നും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിൽ അള്ളാഹു ഐശ്വര്യം നൽകട്ടെ. അല്ലെ, ആ സമ്പത്ത് അത് വർധനവിലല്ല, അതിന്റെ അളവിലല്ല കാര്യമെന്ന് പറഞ്ഞു. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ എല്ലാവിധ നന്മകളും ഐശ്വര്യവും ലഭിക്കുന്ന ബർക്കത്തുള്ള ഏറ്റവും നല്ല സൗഭാഗ്യരിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ തൊഴിൽ അള്ളാഹു എളുപ്പമാക്കുമാറാവട്ടെ. അതുകൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അള്ളാഹു മാറ്റി തരുമാറാവട്ടെ. اللهم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وألحقنا بالصالحين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم. جزاكم الله خيرا والسلام عليكم ورحمة الله وبركاته.